ഈ കഴിഞ്ഞ ഏപ്രിൽ 11 ഹൈക്കോടതി വളരെ വ്യക്തമായി CBI അന്വേഷിക്കാൻ കെ എബ്രാഹിമിനെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്ത് വേണം അന്വേഷിക്കാനെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ആ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന നേരത്തെ വിജിലൻസിൻ്റെ തിരുവനന്തപുരം സ്പെഷ്യൽ സെൽ SP ഈ എബ്രാഹിമിനെ പ്രതിയായിട്ടുള്ള FIR അന്വേഷിക്കേണ്ട കേസ് FIR ഇട്ട് അന്വേഷിക്കേണ്ട കേസിലെ മുഴുവൻ രേഖകളും കേസ് ഡയറിയും എത്രയും വേഗം CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞു. എന്നിട്ട് CBI SP കത്ത് കൊടുത്തു വിജിലൻസ്, എന്നിട്ടും കൈമാറിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെയാണ് വിജിലൻസ്. അപ്പം വിജിലൻസ് SP പറഞ്ഞു ഫയൽ CBIക്ക് കൈമാറാതെ നീട്ടിക്കൊണ്ട് പോയി. അവൻ വിജിലൻസ് കൈമാറിയെങ്കിൽ മാത്രം, വിജിലൻസ് രേഖ കൈമാറിയെങ്കിൽ മാത്രമേ CBIക്ക് കൈമാറുകയുള്ളൂ, FIR ഇടാൻ പറ്റുള്ളൂ എൻ്റെ. പക്ഷേ അപ്പോൾ FIR ഇടാതെ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പ്രതിയെ സഹായിക്കാൻ വേണ്ടി അധികാര ദുരുപയോഗം ചെയ്തിരിക്കുക. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് വാദി എന്ന നിലയിൽ ഇന്നലെ CBI SPക്ക് നേരിക്കണ്ട് ഞാൻ കാര്യകാരണസഹിതം ഇത് 14 ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് CBI അന്വേഷണം ആരംഭിക്കുകയോ FIR ഇടാത്തതിനെക്കുറിച്ച് ഗുരുതരമായ ഗൗരവം ധരിപ്പിച്ചപ്പോൾ CBIക്ക് രേഖാമൂലം കൊടുത്തു. ആ പരാതി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അപ്പം തന്നെ CBI FIR തയ്യാറാക്കി ഇന്ന് തിരുവനന്തപുരം CBI കോടതിയിൽ കൊടുക്കും. അപ്പം ഇവിടെ എബ്രാഹിം ആ സ്ഥാനത്തിരുന്നുകൊണ്ട് കേസ്, തനിക്കെതിരെയുള്ള കേസ് അട്ടിമറിക്കുന്ന വേണ്ടി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നു, അതിനെല്ലാം അതിജീവിക്കാമെന്ന് കരുതുക, അതെല്ലാം കാണും. പണവും സ്വാധീനവും അധികാരവും അല്ല. ഫയലുകൾ കൊടുത്തിട്ടില്ല, അല്ല ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനിയിപ്പം പ്രതിയാക്കിയില്ല, ഇനി വിജിലൻസ് കിളി പോലെ ഇവിടെ കൊണ്ട് കൊടുക്കില്ല, അത്രയേ ഉള്ളൂ. കാരണം വിജിലൻസ് ഓഫീസ് റെയ്ഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് CBIക്ക്. അപ്പം പിന്നെ എന്താ, എങ്ങോട്ട് പോകാനാ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് CBI പോയി റെയ്ഡ് ചെയ്യും, അതിനുള്ള അധികാരം CBIക്ക് ഉണ്ട്. അപ്പം പിന്നെ ഇനി എന്താ, ഇത് FIR ഇടാതിരിക്കാൻ വേണ്ടിയുള്ള അഭ്യാസമാണ്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലായി, CBI FIR ഇടുന്നതിന് വിജിലൻസ് ഫയൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ FIR ഇടുകയില്ല, നീട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അതെന്താ, മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരത്തിനെ CBI പിടിക്കാൻ വേണ്ടി ചെന്നപ്പം ഗേറ്റ് അടച്ചപ്പോൾ CBIക്കാർ ഗേറ്റ് മതിൽ ചാടിപ്പോയി അറസ്റ്റ് ചെയ്തു. അപ്പം ഗേറ്റ് അടച്ചാൽ പിന്നെ CBIക്കാർ അങ്ങോട്ട് വരികയല്ലെന്ന് ചിദംബരം ഇരുന്ന പോലെയാണ് ഇപ്പോൾ എബ്രാഹിം ധരിച്ചിരിക്കുന്നത്. അത് കൈവച്ചാൽ മതി. ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെൻ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, കഴിഞ്ഞ ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് തിങ്കളാഴ്ചയാണ് ഞാൻ പോയത്. അപ്പം ഏപ്രിൽ 11 വിധി പറഞ്ഞ അന്ന് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട അന്ന് തന്നെ, ഹൈക്കോടതി ഉത്തരവിട്ട അന്ന് 3 മണിക്ക് തന്നെ CBI ഒറിജിനൽ ഉത്തരവ് വിധിയുടെ പകർപ്പ് എടുത്ത് CBI കൊണ്ടുപോയി ഹൈക്കോടതി. എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് നിയമവശങ്ങൾ ചർച്ച ചെയ്ത് FIR ഇട്ട് അന്വേഷണം ആരംഭിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. CBI SP പിന്നെ വിജിലൻസിന് SPക്ക് ഫയൽ ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തു. അപ്പം വിജിലൻസ് ഹൈക്കോടതി വിജിലൻസിനോട് എത്രയും വേഗം അന്വേഷണം നടത്താൻ വേണ്ടി CBIക്ക് കൈമാറണമെന്ന് ഉത്തരവിട്ടപ്പോൾ ആ ഉത്തരവ് ലംഘിച്ച് നിയമവിരുദ്ധമായി കോടതി ഉത്തരവിനെ ലംഘിച്ച് ചെയ്യുമ്പോൾ ഹൈക്കോടതി ഇപ്പം വെക്കേഷനാണ്, മെയ് 19 കോടതി തുറക്കുള്ളൂ. അപ്പം അന്നേരേ ആ ബെഞ്ചുള്ളൂ. CBI അന്വേഷണം ഉത്തരവിട്ട ബെഞ്ചിൽ തന്നെയാണ് കോടതിയിൽ ആ ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ കൊടുക്കുള്ളൂ. അപ്പോൾ അത്രയും ദിവസം ആശ്വാസം. അപ്പം CBI കത്ത് കൊടുത്തിട്ടും വാദിയായി ഞാൻ ഈ വിജിലൻസ് SP ഫയൽ കൊടുക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഇതൊന്നും ചെയ്യാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം വിജിലൻസ് SPയുടെ പണി പോയാലും കുഴപ്പമില്ല. അപ്പം ഈ പറയുന്ന കെ എബ്രാഹിമിനെ മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഹായിക്കുക എന്ന വിടുവേല പണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. FIR ഇട്ടോടുകൂടി CBIക്ക് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി. ഇനി ആരെയും ചോദ്യം ചെയ്യാനോ ഏത് ഫയൽ കസ്റ്റഡിയിലെടുക്കാനും CBIക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് വിജിലൻസിൻ്റെ അഭ്യാസം കൈവച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്.